നമുക്കറിയാം, ഏഷ്യാനെറ്റിലെ കോമഡി കുക്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഏറ്റവും സീരിയസ് ആയിട്ട് കണ്ട് പാചകം ചെയ്യുന്ന ഒരാളാണ് അനുമോൾ. അപ്പോൾ കോമഡി കുക്സിലെ ഇത്രയും ദിവസത്തെ എപ്പിസോഡുകളിൽ ആദ്യമായിട്ട് ഇവരുടെ എല്ലാവരുടെയും സ്കോർ ബോർഡ് ഇന്നലെ പുറത്തു വിട്ടു. സ്കോർ വന്നപ്പോൾ എന്താ പറയുക, ആദ്യത്തെ 3 സ്ഥാനവും പുരുഷന്മാർ കൊണ്ടുപോയി, സ്ത്രീകളെല്ലാം പുറകിലായിപ്പോയി. അപ്പോൾ അനുമോളെ സംബന്ധിച്ച് എന്താ പറയുക, പുറകിൽ നിന്ന് 3-ാം സ്ഥാനത്താണ് അനുമോളുള്ളത്. എപ്പോഴും എന്താ പറയുക, റിസൾട്ട് വരുന്ന സമയത്ത്, അതായത് പാചകത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അധിക എപ്പിസോഡുകളിലും ആദ്യം 3-ൽ അനുമോൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അനുമോൾക്ക് ഫസ്റ്റ് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അല്ലാതെ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ പലപ്പോഴും അനുമോൾ വന്നിട്ടുണ്ട്. എപ്പോഴും ഷെഫ് നല്ല അഭിപ്രായങ്ങളാണ് അനുവിൻ്റെ കുക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഈ സ്കോർ ബോർഡ് വന്നപ്പോൾ അനുമോൾ ആകെ എന്താ പറയുക, വിഷമിച്ചു പോയി, ആകെ ഡൗൺ ആയിപ്പോയി. കാരണം ഇനി കുക്കിംഗ് ചെയ്യേണ്ടെന്ന് പോലും അനുമോൾ പറയുന്നുണ്ട്. ഇന്നലെ അനുവിന് കിട്ടിയ പൂക്കി പാർട്ണർ നെവിനായിരുന്നു. അപ്പോൾ നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ നിന്നെ എന്താ പറയുക, പാചകം ചെയ്യാനൊന്നും നിർബന്ധിക്കില്ല, മനസ്സും അടുത്ത് എന്നുള്ള രീതിയിൽ അനു പറയുന്നുണ്ട്. എല്ലാവരും അനുമോളെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കഥയാകെ മാറി. അനു റിയൽ സ്വഭാവം ഇങ്ങെടുത്തില്ലേ, നെവിനെ ഇട്ട് എന്താ പറയണ്ടേ, നെവിന് നല്ല കിട്ടിയിട്ടുണ്ട്. ഇന്നലെ എങ്ങനെയായാലും സ്കോർ കുറവ് 86 ഉള്ളൂ, 86-ന് 95 ആക്കണം എന്ന് പറഞ്ഞിട്ട് നെവിനെ ഇട്ട് നല്ല പോലെ എന്താ പറയുക കൊടുത്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, ലാസ്റ്റ് വിന്നറെ പ്രഖ്യാപിച്ചപ്പോൾ അനു ആ 7 അലത്ത് പോലും ഇല്ല. പക്ഷേ എന്താ പറയുക, ബിസ്കോഫിൻ്റെ ഒരു സ്പോൺസേർഡ്, അവരുടെ ഒരു സ്പോൺസർ കുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അനുമോൾ വിൻ ചെയ്ത് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അശ്വിൻ പ്രത്യേകം പറയുന്നുണ്ട്, അനു ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഇവർ കൊടുത്ത ഗിഫ്റ്റാണെന്ന്. കാരണം സ്കോർ കുറഞ്ഞുകൊണ്ട് അനുവിന് തീരെ താല്പര്യമില്ലല്ലോ. അപ്പോൾ അനു ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അനുവിന് കൊടുത്ത ഗിഫ്റ്റാണെന്ന് അതിനകത്തുള്ള പൂക്കിയായി അശ്വിൻ തന്നെ കളിയാക്കി പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൂക്കീസ് എല്ലാവരും എന്താ പറയുക, നടൻ ജഗതി ശ്രീകുമാറിൻ്റെ വിവിധ സിനിമകളിൽ അഭിനയിച്ച വേഷങ്ങളായിരുന്നു അവതരിപ്പിച്ചത്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഇത്രയും നാളുമുള്ള കോമഡി കുക്സ് എപ്പിസോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായ പ്രകടനമായിരുന്നു പൂക്കീസിൻ്റെത് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം എത്ര നല്ല റോളുകളാണ് ഇവർക്കൊക്കെ കൊടുത്തത്. പക്ഷേ ഇവരെല്ലാം എന്താ പറയുക, ഡെയിനൊക്കെ നല്ല രീതിയിൽ ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാം ഫ്ലോപ്പായി. അതുപോലെ തന്നെ അരിശമൂട്ടിൽ അപ്പുക്കുട്ടൻ എന്നുള്ള റോള് കെവിൻ ഇവർ ഭംഗിയായി ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും ഫ്ലോപ്പായിരുന്നു. കുറച്ചെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞത് മീനാക്ഷി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്താ പറയുക, ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും നിരാശയായിരുന്നു ഈ എപ്പിസോഡ്. അതുപോലെ ഇത്തവണ കുക്ക് ഓഫ് ദ വീക്ക് ആയത് സുചിത്ര മീനാക്ഷി ടീമായിരുന്നു. 5 തവണ ഇവരൊന്നിച്ച് വന്നിട്ട് 3 തവണ കുക്ക് ഓഫ് ദ വീക്കായി എന്നുള്ള ഒരു എന്താ പറയുക പ്രത്യേകതയും കൂടെ ഇവരുടെ ഈ പെയറിനുണ്ട്. അതായത് ലക്കി പെയറാണ് മീനാക്ഷി സുചിത്ര എന്ന് പറയുന്നത്.